കറാച്ചിയിലെ ലിയാരി പ്രദേശത്ത് ഗുണ്ടാ തലവൻ ഉസൈർ ബലൂച്ചിന്റെ സഹോദരൻ സുബൈർ ബലൂച്ചിന് നേരെ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിവെപ്പ് നടന്നിരിക്കുകയാണ്. ആക്രമണത്തിൽ സുബൈറിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വെടിവെപ്പിൽ 2 വഴിയാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചക്കിവാറ മെയിൻ റോഡിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് ചക്കിവാറ പോലീസ് പറയുന്നത്. വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റ് 2 വഴിയാത്രക്കാർക്കൊപ്പം സുബൈറിനെയും ചികിത്സയിലായി കറാച്ചിയിലെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിംഗു ലൈനിലുള്ള വീടിന് പുറത്തിരിക്കുകയായിരുന്ന സുബൈറിന് നേരെ മോട്ടോർ സൈക്കിളിലെത്തിയ സായുധ സംഘം വെടിവെക്കുകയായിരുന്നുവെന്നാണ് സൗത്ത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സയ്യിദ് അസർ റസ അറിയിച്ചത്. നെഞ്ചിലും വയറ്റിലും ഒന്നിലധികം വെടിയേറ്റ സുബൈറിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ വഴിയാത്രക്കാരിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംഘർഷാവസ്ഥയും വ്യക്തിവൈരാഗ്യവും ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2012 7 ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായ സുബൈർ 2025 ജനുവരിയിലാണ് ജയിൽ മോചിതനായത്. സുബൈർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും പ്രദേശത്ത് പാർട്ടി കൊടികൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നതായി ഒരു പ്രാദേശിക സാമൂഹിക പ്രവർത്തകൻ വെളിപ്പെടുത്തുന്നുണ്ട്. കറാച്ചി ഓപ്പറേഷന് ശേഷം ദുബായിലേക്കും ഇറാനിലേക്കും രക്ഷപ്പെട്ട ഗുണ്ടാ സംഘങ്ങൾ US ഇറാൻ യുദ്ധത്തിന് ശേഷം തിരിച്ചെത്തിയെന്ന അഭ്യൂഹങ്ങൾ പ്രദേശത്ത് പ്രചരിക്കുന്നുണ്ട്. പ്രദേശത്ത് വീണ്ടും ഗ്യാങ് വാർ ഭീതി നിലനിൽക്കുകയാണ്. ആക്രമണകാരികൾ മുഖംമൂടി ധരിച്ചെത്തുന്നതായും സമീപത്തെ കടയുടമ തിരികെ വെടിവെച്ചതോടെ ഇവർ രക്ഷപ്പെട്ടതായും പറയുന്നുണ്ട്. വധശ്രമം, കൊലപാതകം, പോലീസിന് നേരെയുള്ള ആക്രമണം, സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ഉസൈർ ബലൂച്ചിനെ 2020 ഏപ്രിൽ ചാരവൃത്തി ആരോപിച്ച് മിലിറ്ററി കോടതി 12 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 2009 റഹ്മാൻ ഡക്കേറ്റ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉസൈർ ബലൂച്ച് സംഘത്തിന്റെ തലവനാകുന്നത്. ഉസൈർ ബലൂച്ച് നിലവിൽ ജയിലിലാണ്. അജ്ഞാതർ വീണ്ടും പണി തുടങ്ങിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാനിൽ 1 വർഷത്തിനകം പാകിസ്ഥാനിൽ മിക്കവാറും തീവ്രവാദ മുക്തമാക്കും. അതിനുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അജ്ഞാതർ നടത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ ആക്രമണത്തിന് പിന്നാലെ ലിയാരിയിൽ വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു ആശങ്ക ഉയർന്നിട്ടുണ്ട്. അമേരിക്ക ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഇറാനും ദുബായിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നിരുന്ന നിരവധി ഗുണ്ടകൾ ലിയാരിയിലേക്ക് മടങ്ങിയെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും കുപ്രസിദ്ധരായ ഗുണ്ടാ നേതാക്കളിൽ ഒരാളാണ് ഉസൈർ ബലൂച്ച്. നിരോധിത സംഘടനയായ പീപ്പിൾസ് അമൻ കമ്മിറ്റിയുടെ മുൻ തലവനായിരുന്നു ഈ ഉസൈർ ബലൂച്ച്. 2009 ഗുണ്ടാ നേതാവ് റഹ്മാൻ ദക്കേത്ത് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലിയാരിയിലെ അധോലോകത്തിന്റെ നിയന്ത്രണം ഉസൈർ ഏറ്റെടുക്കുകയായിരുന്നു. കൊലപാതക ശ്രമം, ഗുണ്ടാപിരിവ്, ആയുധക്കടത്ത്, പോലീസ് റേഞ്ചേഴ്സ് ആക്രമണം, വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്കായി ചാരവൃത്തി തുടങ്ങിയവ ഉൾപ്പെടെ 100-ലധികം കേസുകളാണ് ഉസൈർ ബലൂച്ചിനെതിരെ പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2016 ജനുവരി 30 പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ചാരവൃത്തി കേസിൽ 2020 പാകിസ്ഥാൻ കോടതി 12 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു.